പശ്ചിമേഷ്യയിൽ യുദ്ധമുഖത്തുള്ള അമേരിക്കൻ സൈനികരെ കൊലപ്പെടുത്തിയാൽ $30,000 എന്ന വലിയ പാരിതോഷികമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവരുടെ കരസേനാ മേധാവി അമീർ ഹത്താമിയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, വനിതാ സൈനികരെ കൊലപ്പെടുത്തിയാൽ ഈ പാരിതോഷികം അതിൻ്റെ ഇരട്ടി തുക ലഭിക്കും എന്ന ഒരു പ്രഖ്യാപനം കൂടിയുണ്ട്. ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ ഇറാന് വലിയ മാനക്കേടുണ്ടാക്കുന്ന അല്ലെങ്കിൽ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നൊരു പ്രഖ്യാപനം തന്നെയാണ്, വിവാദ പ്രഖ്യാപനം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ന്യായാന്യായങ്ങൾ ഈ ഘട്ടത്തിൽ ഇറാൻ നോക്കാൻ പോകുന്നതേയില്ല. അവരെ സംബന്ധിച്ച് അവരുടെ ജനതയെ ഒരുമിപ്പിച്ച് നിർത്തുക. ഇപ്പോൾ ഹത്താമി പറയുന്നത് തന്നെ തങ്ങളുടെ സൈന്യത്തോടൊപ്പം ചേർന്ന് തങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ അമേരിക്കൻ സൈനികരെ വധിക്കാൻ തയ്യാറായി വരുന്നു, അവർക്കുള്ള പാരിതോഷികമാണിതാ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ദേശവികാരം ഉയർത്തിക്കൊണ്ട് ജനതയെ ഒന്നുകൂടി ഒരുമിപ്പിക്കാനുള്ള ഒരു നിലയിലേക്ക് ഇറാൻ പോകുന്നു എന്നത് തന്നെയാണ്. നേരത്തെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മുൻപ് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന അമേരിക്കൻ സൈനികരെ വധിച്ചാൽ പാരിതോഷികം എന്ന ഒരു പ്രഖ്യാപനം, പിന്നീട് അത് വിവാദമായതോടുകൂടി റഷ്യ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് തടിയൂരുകയായിരുന്നു. അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ യുദ്ധത്തിൽ ഇറാനൊരു മേൽക്കൈ ഉണ്ട് എന്ന സാഹചര്യമുണ്ട്. ഏത് വിധേനയും ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ട്രംപ് ഉള്ളത്. കാരണം അവരുടെ എബ്രഹാം ലിങ്കൺ എന്ന കപ്പലിൽ പരസ്പരം സൈനികർ ഏറ്റുമുട്ടുന്ന നിലയുണ്ടായി. ഭരണകൂടത്തോടുള്ള എതിർപ്പ്, ജോർജ് വാഷിംഗ്ടൺ എന്ന മറ്റൊരു കപ്പൽ ഇതിന് പകരമായി വരികയാണ്. US സെൻട്രൽ കമാൻഡ് ആദ്യം ഇങ്ങനെ എബ്രഹാം ലിങ്കണിൽ ഒരു അസ്വസ്ഥതയുമില്ല എന്ന വാർത്താക്കുറിപ്പിറക്കി. പക്ഷേ തൊട്ട് പിന്നാലെ മറ്റൊരു കപ്പലിനെ അവിടേക്ക് അയച്ചപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമായി. കാര്യങ്ങൾ സുഖകരമല്ല. സൈനികരും അവരുടെ കുടുംബാംഗങ്ങളും അമേരിക്കൻ സർക്കാരിനെതിരെ തിരിയുന്നു എന്നത് തന്നെയാണ്. മാത്രമല്ല, കഴിഞ്ഞ തവണത്തെ വില നിലവാരം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ അമേരിക്കയിൽ ഗ്യാസിന് 27% വില വർധനയാണ് സംഭവിച്ചിരിക്കുന്നത്. അത് അവിടുത്തെ കുടുംബങ്ങളെയും ജനങ്ങളെയും ഒക്കെ തന്നെ ഗവൺമെൻറ്റിനെതിരാക്കുന്ന ഒരു വലിയ ഘടകമാണ്. മാത്രമല്ല, US കോൺഗ്രസ് ഇപ്പോൾ ഭരണകൂടം ആവശ്യപ്പെടുന്ന തുക യുദ്ധത്തിന് വേണ്ടി അനുവദിച്ചിട്ടുമില്ല. നെതന്യാഹുവിൻ്റെ നിലപാടാണ് ഇവിടെ വളരെ നിർണായകമാകുന്നത്. ഒറ്റയ്ക്ക് എന്നൊരു നിലയിലേക്ക് നെതന്യാഹു എത്തിച്ചേരുകയാണ്. അതിന് കാരണം ഒക്ടോബറിൽ ഇസ്രായേലിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അവർ UK മുസ്ലിം രാജ്യമായി വിശേഷിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു കടന്ന കൈ കൂടി നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. UK തങ്ങളെ ചതിച്ചു എന്ന വികാരമാണ് നെതന്യാഹു പങ്കുവയ്ക്കുന്നത്. കാരണം ട്രംപിനെ തുർക്കിയിൽ നിന്ന് വിമാനത്തിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ഒരു ചെറു വിമാനത്തിലേക്ക് മാറ്റി UK ഇറക്കുന്നത്. ആ വിവരം അതുവരെ രഹസ്യമായിരുന്നു. പിന്നീട് പുറം ലോകം ഇത് അറിഞ്ഞത് UK നിന്ന് ചോർന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ UK തങ്ങളെ ഒറ്റി എന്നൊരു വികാരമാണ് ഇസ്രായേലിനുള്ളത്. ഈ രഹസ്യാന്വേഷണ വിവരം നൽകിയത്, ട്രംപിനെ ധരിപ്പിച്ചത്, ട്രംപിനെ അങ്ങനെ ഒളിച്ചു പോകാൻ പ്രേരിപ്പിച്ചതെല്ലാം തന്നെ ഇസ്രായേലാണ്. അങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ, ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തങ്ങൾ നാണം കെടുന്ന ഒരു നിലയെത്തി. അതിന് കാരണം UK എന്ന വികാരം തന്നെയാണ് നെതന്യാഹുവിനെ കൊണ്ട് അവരെ ഒരു മുസ്ലിം രാജ്യം എന്ന് വിളിപ്പിക്കാൻ ഇടയാക്കിയത്. ഏതായിരുന്നാലും ഇപ്പോൾ ഇറാൻ ഇങ്ങനെ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും സംഘർഷത്തിന് അയവുണ്ടാകുന്ന ഒരു സാധ്യതയുമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.